മുട്ടയോ മൈദയോ ബട്ടറോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പാർലെ-ജി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. വളരെ സോഫ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 20 രൂപയുടെ ഒരു പാർലെ-ജിയുടെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കേക്ക് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതെല്ലാം തന്നെ നമുക്ക് പൊടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 കവറേ എടുക്കുന്നുള്ളൂ. കേക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാൻ 3 പാക്കറ്റേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ടതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുക. നല്ല പൗഡർ ഫോമിലായിരിക്കണം. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് കറക്റ്റ് 1.5 കപ്പ് പൊടി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിസ്ക്കറ്റിൽ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ഇതില്ല. അതുപോലെ തന്നെ 1/4 കപ്പ് പാല് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബട്ടർ മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലൂസായിട്ട് തോന്നുകയാണെന്നില്ലെങ്കിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ 2 സ്പൂണ് കൊക്കോ പൗഡർ അല്പം ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ എടുത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഞാൻ സാധാരണ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ബുക്കിലെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ എല്ലാ ഭാഗത്തുമായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്താൽ മതിയാവും. എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ്. അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മൂടിയിട്ട് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് കുക്കായി വരാനായിട്ട് എടുക്കും. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വളരെ ഈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ക്രീം കേക്ക് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. പിന്നീടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ക്രീം കേക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് കൊണ്ട് മാത്രമാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ മുട്ടയോ മൈദയോ ബട്ടറോ ഒന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.